السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن اتبع هديه. أما بعد. താങ്കൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിൻ്റെ ആ രംഗം എനിക്കൊന്ന് വിവരിച്ചു തരുമോ എന്നൊരാള് ഹാത്തമുൽ അസമ്മ് റഹിമഹുല്ലാഹ് അവരോട് ആവശ്യപ്പെടുകയാണ്. മഹാനവറുകൾ നിസ്കാരത്തിൻ്റെ രംഗം വിശദീകരിക്കുന്നു. നിസ്കാരത്തിൻ്റെ ടൈമായി കഴിഞ്ഞാൽ ഞാൻ പരിപൂർണമായ ഒരു വുളു ചെയ്യും. എവിടെയാണോ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഞാൻ അല്പനേരം ഒന്ന് ഇരിക്കും. എൻ്റെ അവയവങ്ങളൊക്കെ ഒന്ന് സെറ്റാവാൻ വേണ്ടി, തയ്യാറാവാൻ വേണ്ടി. പിന്നീട് ഞാൻ നിസ്കാരത്തിലേക്ക് എഴുന്നേൽക്കും. ആ സമയത്ത് കഅബ എന്ന് പറയുന്ന ഭവനം എൻ്റെ രണ്ട് പിരികത്തിൻ്റെ ഇടയിൽ ആണെന്ന് ഞാൻ വിചാരിക്കും. സ്വർഗം എൻ്റെ വലഭാഗത്തായിരിക്കും, നരകം എൻ്റെ ഇടഭാഗത്തും. അതുപോലെ മലക്കുൽ മൗത്ത് അസ്രായിൽ എൻ്റെ ബാക്കിൽ നിൽപ്പുണ്ട്. ആ നിലയിലാണ് ഞാൻ നിസ്കരിക്കാറ്. പിന്നെ ഏതൊരു നിസ്കാരം നിസ്കരിക്കുമ്പോഴും അത് എൻ്റെ അവസാനത്തെ നിസ്കാരമാണ് എന്നും ഞാൻ ഭാവിക്കും. അങ്ങനെ ആ നിസ്കാരത്തിൽ ഞാൻ തുടരുന്നത് പേടിയുടെയും പ്രതീക്ഷയുടെയും ഇടയിൽ ആയ നിലക്കായിരിക്കും. അല്ലാഹു അക്ബർ എന്ന തക്ബീറുകൾ ഇങ്ങനെ ഉരുവിടുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം ചിന്തിച്ച് അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന സത്യം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ തക്ബീറുകൾ ചൊല്ലാറ്. ഖുർആൻ ഓതുന്ന സമയത്ത് വളരെ സാവധാനം അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ചിന്തിക്കാനും സാവധാനമാണ് ഞാൻ ഖുർആൻ ഓതാറ്. റുകൂൾ ചെയ്യുന്നത് വളരെ വിനയത്തോടു കൂടെയായിരിക്കും. അതേസമയം സുജൂദ് ചെയ്യുന്നതോ വളരെ ഭയഭക്തിയോടുകൂടെയായിരിക്കും എൻ്റെ സുജൂദ്. അങ്ങനെ ഞാൻ അത്തഹിയാത്തിന് ഇരുന്ന് ആ തവറുക്കിൻ്റെ